നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളെ, നിങ്ങൾ ഈ വീഡിയോ കാണണം, എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക. മഴ, വെള്ളപ്പൊക്കം, മരണം, ആഹാ അന്തസ്. റിയാസിക്ക ആകെ ചിൽ മൂഡിലാണ്. കാതിൽ തേൻ മഴയായി പാട്ടും ഇട്ട് പോസ്റ്റിട്ട് മഴ ആസ്വദിച്ച റിയാസിനെ പൂരത്തെറി വിളിക്കുകയാണ് മലയാളി. വെള്ളം കയറി റോഡ് മുഴുവൻ തോട്. മഴക്കെടുതിയിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തു. ജനം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് മന്ത്രി പാട്ടും കേട്ട് ഉല്ലസിക്കുന്നതെന്നാണ് ആക്ഷേപം. ഫേസ്ബുക്കിൽ റിയാസ് പങ്കുവച്ച ഈ പോസ്റ്റ് വലിയ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി ആദ്യം റോഡിലെ കുഴി അടയ്ക്കൂ എന്നാണ് രോഷത്തോടെ മലയാളി പ്രതികരിക്കുന്നത്. ക്ഷമകെട്ട് നിൽക്കുകയാണ് ജനം. കേരളത്തിൽ ഇത്രയും ജനം മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ പല നഗരങ്ങളും വെള്ളത്തിനടിയിലായിട്ടും ഇവിടെ മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് മൂട്. നന്നായിട്ടുണ്ട് സഖാവേ, നല്ല ടൈമിംഗ് എന്ന് പൊങ്കാല. ജനങ്ങളുടെ അണ്ണാക്കിൽ വരെ വെള്ളം കയറി നിൽക്കുമ്പോൾ തന്നെ വേണം റിയാസെ ഈ കൂത്ത്. കൊച്ചിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായതും വെള്ളം കയറി പല ഭാഗങ്ങളും മുങ്ങിയതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റീൽസ് ഇട്ട് ലൈക്ക് വാങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് നാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക. റിയാസിന് പ്രണയമഴ, ഞങ്ങൾക്കിത് ദുരിത മഴയെന്ന് ക്ഷമകെട്ട് കമന്റ് ബോക്സിൽ റിയാസിനെ കുടയുകയാണ് മലയാളി. ജനങ്ങൾ മഴയത്ത് നെട്ടോട്ടം ഓടുമ്പോൾ ഇതുപോലെ സുഖിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? കാരണം മൂക്കുമുട്ടെ വെള്ളം കയറിയാലും അടിമകൾ നിങ്ങളെ പൊക്കിപ്പിടിക്കും. അനുഭവിക്കുന്നത് ബാക്കിയുള്ള ജനങ്ങൾ കൂടിയാണ്. അടിമകൾ കാരണം വല്ലാത്ത പൊല്ലാപ്പാണ്. വേറൊരു കമന്റ് അതിനകത്തിൽ വന്നിട്ടുണ്ട്. അത് പുള്ളി അങ്ങ് അപേക്ഷിക്കുകയാണ്. സർ, ഞാൻ സാബു ഡേവിഡ്, മണക്കാട് തൊടുപുഴയിൽ താമസിക്കുന്നു. മഴക്കാലം ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്തെ മണക്കാട് റോഡിൽ മണക്കാട് ബാങ്കിന് സമീപം ജ്യോതിസ് ഓഡിറ്റോറിയത്തിന് മുൻപിൽ PWD വകുപ്പ് ടൈൽ വിരിച്ചിരുന്നു. 2 ഘട്ടങ്ങളിൽ നടന്ന പ്രവർത്തനത്തിലെ അപാകത മൂലം വെള്ളം പോകുവാൻ ഓടകളില്ലാത്തത് കൊണ്ട് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം റോഡിൽ നിറഞ്ഞൊഴുകി യാത്രക്കാർക്കും സ്കൂൾ വാഹനങ്ങൾക്കും മറ്റു ചെറുവാഹനങ്ങൾക്കും വളരെയധികം പ്രയാസം നേരിടുകയാണ്. കൂടാതെ സ്കൂള് തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ധാരാളം കാൽനടയായി വരുന്ന റോഡ് കൂടിയാണ് ഇത്. അവർക്ക് പ്രയാസമാകും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ഈ കമ്മിറ്റിട്ട ആളങ്ങ് അപേക്ഷിക്കുകയാണ്. മറ്റ് നിവർത്തിയില്ലല്ലോ. ഇത് ഒരിടത്തെ മാത്രം കാര്യമല്ല, എല്ലാ ജില്ലകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. സ്കൂളുകൾ തുറക്കാൻ പോകുകയാണ്. സ്കൂൾ ബസ്സുകൾ തേരാപ്പാര പോകും. കുട്ടികൾ നടന്ന് റോഡിലൂടെ പോകേണ്ടതാണ്. അവർക്ക് ഓട ഏതാ, റോഡ് ഏതാ, തോട് ഏതാണ് എന്ന അറിയാത്ത അവസ്ഥയിലാണ്. നടന്നു പോകുന്ന കുട്ടികളെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണ്. എന്തുകൊണ്ട് ഒരു സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പണികൾ പൂർത്തിയാക്കിയില്ല എന്ന ചോദ്യം ശക്തമാകുകയാണ്. റോഡ് മുഴുവൻ കുഴിയാണ്. എന്തുകൊണ്ട് മഴക്കാലത്തിന് മുൻപ് പൊതുമരാമത്ത് പണികൾ പൂർത്തിയാക്കിയില്ല? സ്മാർട്ട് സിറ്റിയും കൊച്ചിയും എല്ലാം വെള്ളത്തിനടിയിലാണ്. റൂം ഫോർ റിവർ തള്ളു മാത്രം. കുട്ടനാടിനേക്കാൾ കഷ്ടമാണ് മറ്റ് ജില്ലകളുടേത്. കുട്ടനാട്ടുകാരുടെ ദുരിതത്തിന് പിന്നെ അറുതിയില്ലല്ലോ. 6 മാസം വീട്ടിൽ, 6 മാസം ക്യാമ്പിൽ, അതാണ് അവരുടെ ജീവിതം. കുട്ടനാട് പാക്കേജ് എല്ലാം കൈയിട്ട് വാരി തിന്നിട്ട് ആ പാവങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നു. ഇപ്പോൾ കുട്ടനാടിനേക്കാൾ കഷ്ടമാണ് മറ്റു ജില്ലകളുടെയും സ്ഥിതി. രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ജനം. എപ്പോഴാണ് വെള്ളം കയറുന്നതെന്ന് പറയാൻ കഴിയില്ല. അത്യാവശ്യ സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി ജീവനും മുറുകെ പിടിച്ച് കാത്തിരിക്കുകയാണ് മനുഷ്യർ. എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാം. കുഴിയുള്ള റോഡെല്ലാം കേന്ദ്രത്തിൻ്റെതാണെന്ന് റിയാസിക്ക പറയുന്നു. ആ കുഴി എണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴ ശക്തമായത്. അതോടെ കുഴിയെണ്ണൽ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിലെ വെള്ളം ആരുടെയാ, കേന്ദ്രത്തിൻ്റെയോ കേരളത്തിൻ്റെയോ എന്ന് ട്രോള് വരുന്നു. മാഹി ഭാഗത്തുള്ളത് കേന്ദ്രത്തിൻ്റേത്. തലശ്ശേരിയും ഇന്ത്യയുടെ ഭാഗമാണല്ലോ, അതും കേന്ദ്രത്തിൻ്റേത്. തൽക്കാലം കേന്ദ്രത്തിന് നൽകിയതായി മരുമോൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് പൊങ്കാലകൾ വരുന്നത്. എന്തായാലും ഒരു പോസ്റ്റ് ഇട്ട് എയറിൽ കയറിയിരിക്കുകയാണ് റിയാസ്.